ജയ ജയ 2 മിനിറ്റ് കൂടെ നീ ഓടിയായിരുന്നെങ്കിൽ എന്റെ നാക്ക് വന്ന് പാദത്തെ നക്കിയേനെയായിരുന്നെങ്കിൽ. എടി ശോശാമേ, നീ എന്തോ ദോഷാമേ ഈ കാണിക്കുന്നത്. ഞാനല്ല, ഈ വണ്ടി പിടിച്ചെടുത്ത് നിന്നില്ലെന്ന്. ഈ വണ്ടി എന്റെ കൂട്ടല്ലടി. അതെന്തോ അങ്ങനെ പറഞ്ഞത്? നീ പിടിക്കുന്നിടത്ത് നിൽക്കാൻ വേണ്ടി. ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടേടി. വലിയതിനെ നിർത്തിയത് ഞാന്. അതല്ലെന്ന്, ഇനിയെങ്കിലും നിന്റെ സ്കൂട്ടർ പഠിത്തം ഒന്ന് നിർത്തിക്കൂടെന്ന്. ഞാൻ അങ്ങനെ പറയരുത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിന്റെ പുറയിൽ ഇങ്ങനെ പട്ടിയെ പോലെ ഓടിക്കുന്നത്. ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ച് ലോകം ചുറ്റി റെക്കോർഡ് നേടുന്ന ഒരു വനിതയാണ്. അതാ എന്റെ പാഷന്. ഇനി നിന്റെ പാഷ മൂത്താൽ നിന്റെ പാഷാണെന്ന് ഞാൻ കൊല്ലുപടി. നമ്മൾ രണ്ടും കൂടെ എന്റെ വീട്ടിൽ പോയപ്പോഴേ നാത്തുവിനോട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? നാത്തുവിനെ ഞാൻ സ്കൂട്ടർ പഠിക്കാൻ പോകുന്ന പറഞ്ഞപ്പോ അവിടെ മുഖമൊന്ന് കാണുവാൻ ഇത്രയും കയറി അങ്ങ് വീർത്തു. ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ നിങ്ങള്? ഞാൻ നിന്റെ പപ്പയെ ശ്രദ്ധിക്കുമായിരുന്നു. അതെന്തുവാ? ഒരു മനുഷ്യന്റെ എത്ര ചെല്ലിയ പണിക്ക് പോവാതെ ഇങ്ങനെ മൂട്ടയ്ക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു. അതല്ല, നാത്തുവിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അവള് കാർ ഓടിക്കും, സ്കൂട്ടർ ഓടിക്കും, വേണമെങ്കിൽ അവള് വിമാനം വരെ ഓടിക്കും. ഇത്തിപ്പോലും പോകുന്നൊരു സ്കൂട്ടർ ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ മട്ടും പാവാങ്ങ് മാറി അങ്ങ്. ശോശാമ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ആന പിണ്ട വിടുന്ന കണ്ടിട്ട് മുയൽ കണ്ണുരുട്ടല്ലേ. മുയൽ എന്തോ ചെയ്യണമായിരുന്നു? ആന ഇട്ട പിണ്ട ഉരുട്ടിക്കൊണ്ട് നടക്കണമായിരുന്നു. ഇതൊന്നും ഉരുട്ടാൻ നോക്കടി, ഇതൊന്നും ഉരുട്ടാൻ നോക്കടി. ദേഷ്യപ്പെടുത്തല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇത് എന്റെ കുഴപ്പം കൊണ്ടല്ല വണ്ടി പഠിക്കാൻ പറ്റത്ത്. ഇങ്ങോട്ട് വന്നേ, ഈ കണ്ണാടിയിലൊന്ന് നോക്കിക്കേ. ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് തെറ്റിദ്ധരിച്ചു. ഉണ്ടാക്കി വെച്ചേക്കുന്നു. എന്തുവാ മിറർ? അതാ പറഞ്ഞേ, ഈ മിറർ സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലനം എന്റെ കണ്ണിന്റെ റെറ്റിനയുടെ കാഴ്ചയെ വികൃതമാക്കുകയും ഞാൻ റോഡിലോട്ട് നോക്കുമ്പോൾ മായക്കാഴ്ചകൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിൽ എന്റെ ശ്രദ്ധ മാഞ്ഞു പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ശാസ്ത്രം ഇത്രയും വളർത്തിയിട്ടും ഈ ചെറിയ സ്കൂട്ടർ ഓടിക്കാൻ നിനക്ക് അറിയത്തില്ലോടി? അയ്യോ, എന്തോ ഉണ്ടാക്കി വെച്ചേക്കോ ഈ കണ്ണാടി. കണ്ണാടി ഇല്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു. സൈഡ് മിറർ എന്ന് പറഞ്ഞാൽ പുറകെ വരുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിയാണ്. അതിന് അങ്ങനല്ലല്ലോ ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഞാൻ തെക്കും പക്കും ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം നോക്കിയാ വണ്ടി ഓടിക്കുന്നത്. നിനക്ക് വായി നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ സൈഡ് മിറർ ഏത് വണ്ടിക്കും അനിവാര്യമാണ്. ആണോ? എന്നാ പിന്നെ ഇത്രയും നീളം വരുന്ന തീവണ്ടിക്ക് എന്താ സൈഡ് മിറർ വെക്കാത്തെ? കണ്ടോ, എന്തോ ആലോചിക്കുന്നുണ്ട്. കിടുക്കൊരു സാധനം വരും. വരുന്നുണ്ട്. എന്ത്? ഇനി ഇമാതിരി ചോദ്യം ചോദിച്ചാൽ നിന്നെ ഏതേലും കുഴിക്കകത്ത് ഞാൻ കൊണ്ട് കളയപടി. എന്നാ ഈ ചൈന തെറ്റിപ്പോയി. എന്താ? ഏത് പാതാളത്തിൽ കൊണ്ട് കളഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ വരും. അല്ല, അവസരത്തിൽ നിൽക്കാൻ വേണ്ടി. എന്റെ കുറ്റം പറയാൻ എന്നെ പുറകെ നടക്കില്ലയോ? ഷോപ്പിലേക്ക് സ്കൂട്ടർ പഠിക്കാൻ നേരം അവരുടെ ഭർത്താക്കന്മാർ ഇതുപോലെ പുറകെ നടന്ന് ശല്യം ചെയ്തില്ലായിരുന്നു. അവളുമാർ ഇഷ്ടം പോലെ ഓടിച്ചു പഠിക്കുമായിരുന്നു. അവന്മാര് മനഃപൂർവ്വം പോകായിരുന്നത്. അവളുമാർ എങ്ങോട്ടേലും പോയി രക്ഷപ്പെട്ടേനായിരുന്നു. അതുകൊണ്ട് അവന്മാര് പോകാഞ്ഞത്. അതുപോലല്ല നിങ്ങൾ. പിന്നെ നിനക്ക് അറിയാം, പറയാം. നിങ്ങൾ വെറും ഉണ്ടാക്കണം. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. എന്നെ പഠിപ്പിക്കാൻ പറ്റുവോ ഇല്ലയോ? പഠിപ്പിക്കാൻ കയറിയിരിക്കണം. ഇത് ഭയങ്കര ടൈറ്റും ഇത് ഭയങ്കര ലൂസും. ഇത് ആക്സിലേറ്റർ. ഇങ്ങനെ പിടിക്കുമ്പോ നമ്മൾ മുന്നോട്ട് അങ്ങ് പോകും. ആണോ? അപ്പുറത്തെ തോമസ് ചായനെ ഒരു പിടി പിടിച്ചപ്പോ നിങ്ങൾ അനങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അതെന്റെ ആക്സിലേറ്ററിലല്ല പിടിച്ച, എന്റെ പെടലിക്കാ പുള്ളി പിടിച്ചു. അത് കഴിഞ്ഞില്ല, അതങ്ങ് വിട്ടേരെ. വണ്ടി കയറി ചാവി പിടിച്ച് തിരി ആദ്യം. ചാവി പിടിച്ച് ചിരിക്കാൻ പറഞ്ഞു. ചാവി ഈ താക്കോല് കയറ്റി. നിനക്ക് ശ്രദ്ധയില്ല, താക്കോല് കയറ്റി അങ്ങോട്ടെ. അടുക്കള കഥ അടച്ചായിരുന്നു ചായ. അത് നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അടുക്കള കഥ അടക്കണമെന്ന്. രാവിലെ സ്കൂട്ടർ പോക്കി ഇറങ്ങിയില്ലോടി. അടുക്കള കഥ ഞാൻ അടച്ചു. എനിക്ക് വയ്യ കൊടുത്തിട്ട് ചവിട്ടി പരിക്കാത്തോടെ അടക്കാൻ. ഫ്രണ്ട് കഥവും അടച്ചു, ഗേറ്റും അടച്ചു. ഗേറ്റിന് അവിടെ ഞാനൊരു ബോർഡ് എഴുതി വെച്ചു. എന്താ ബോർഡ്? ഞാൻ എന്റെ ഭാര്യയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോവാ, ഞങ്ങൾ എന്നേലും കാലത്ത് തിരിച്ചു വരും. അല്ലെങ്കിൽ അവരൊക്കെ എന്താ വിചാരിക്കും? അതെന്തിനാ അങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചെന്തോ നിങ്ങള്? വീട് അടച്ചു പൂട്ടിട്ട് നമ്മളെ കാണാത്തപ്പോ ആൾക്കാർ ആയിരിക്കും നമ്മളകത്ത് നരബലിയോ കൂടോത്രോ എന്തെങ്കിലും. ആഞ്ഞു തള്ള. പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീട്ടിൽ 3 കാറും 3 ടിപ്പർ 3 ആന ഉണ്ടായിരുന്നു. തള്ളാനല്ല പറഞ്ഞ വണ്ടി കിട്ടി തള്ളാൻ. പോട്ടെ ശരിക്കും പിടിച്ചു പോട്ടെ. എടുത്തോട്ട് പോട്ടെ. കാലെടുത്തകത്ത് വെക്ക്. 2 കാലെടുത്തകത്ത് വെക്ക്.
രണ്ട് കാലം എടുത്താൽ വെച്ച് ഇനി എന്ത് ചെയ്യണം? നീ ഇത് പത്രം വായിക്കടി അവിടെ. രണ്ട് കാലം എടുത്തോ പത്രം വായിക്കടി. രണ്ട് കാലം അകത്ത് കയറ്റിട്ട് മുന്നോട്ട് കൊണ്ടേ അങ്ങോട്ട്. മുന്നോട്ട് കൊണ്ടേ. നീ എന്താ എടി എടി നിന്റെ തല പിടിക്കാൻ നീ സ്പീഡോമീറ്റർ അടിക്കാത്ത എന്താ? അത് പിന്നെ വർക്ക് ആവത്തില്ല. അതുകൊണ്ടാണ് എവിടെയാണ് ഈ സ്പീഡോമീറ്റർ ഇരിക്കുന്നത്? ഓടിക്കടി അങ്ങോട്ട്. കൈ കൊടുക്ക. നിങ്ങൾ നടക്കാൻ പഠിച്ചില്ലേ? നിങ്ങൾ നാളെ നീ റേഷൻ കട പോയിക്കോണം. എന്തോ പരസ്പര ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞേ. എന്റെ ഫിംഗർ പ്രിന്റ് മൊത്തം കൂടെ പോയി. ചാട്ടി തിരിച്ചോ. ആ പറ. പഠിപ്പിക്കത്തില്ലയോ? ഞാൻ പഠിപ്പിക്കുന്നത് നീ തന്നെ കൊണ്ട് പഠിപ്പിക്കത്തില്ലേ? പഠിപ്പിക്കുന്നില്ല ഞാൻ നിന്നെ. എനിക്ക് വയ്യ ഓടി ഓടി ചാവാൻ എനിക്ക് വയ്യായിരിക്കും. വേണ്ട, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. എന്റെ പപ്പ ഉണ്ടല്ലോ, എന്റെ പപ്പ എന്നെ പഠിപ്പിക്കും. ഇവിടെ പപ്പ ഇവിടെ പഠിപ്പിക്കുന്നവര് 2 ചുവട് വെച്ചിട്ട് 3ാമത്തെ ചുവടിന് കാലിനോട് അനുവാദം ചോദിക്കുന്നവനാ നിന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കേണ്ടി വന്നു. കളിയാക്കൊന്നും വേണ്ട. എന്റെ പപ്പ കണ്ടിട്ടില്ലാത്ത വണ്ടി ഒന്നും ഇപ്പൊ ഈ നേരത്തിൽ കൂടെ ഓടുന്നില്ല. കേട്ടോ CCTV? അല്ലാണ്ട് അപ്പുറത്ത് ഇച്ചയിരിക്കുന്നത് എപ്പോഴും നോക്കിയാൽ ഇവിടെ പപ്പ ഔസേപ്പ് കഴിഞ്ഞ സന്ധ്യയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഇളയ ചേർക്കാൻ റിമോട്ട് കാർ ഓടിക്കുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് അവൻ പെരക്കകത്ത് കയറി ഇരുന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് ബൈബിൾ വായിച്ച് തീർത്തതാണ്. എന്നിട്ട് എപ്പോൾ ഞാൻ കണ്ടാലും 2 കുരിശ്. പപ്പയുടെ ഒരു കുരിശേ ഉള്ളൂ. ഒന്നും തില്ല പപ്പ. നിങ്ങളെക്കാട്ടി എന്തുമായാലും ബുദ്ധിയും വിവരമുള്ള മനുഷ്യനാണ് എന്റെ പപ്പ. ഭയങ്കര ബുദ്ധിയുള്ളത് ഇവരുടെ പപ്പായിക്ക്. ഇവരെ വീട്ടിൽ ആദ്യമായിട്ട് ടേബിൾ ഫാൻ വാങ്ങിച്ചിട്ട് അതിന്റെ സൗകര്യാർത്ഥം ഇങ്ങനെ നടന്ന് കാറ്റ് കൊണ്ടുവന്ന അവൻ. അന്നേരം അവനറിയത്തില്ല ഒരു വട്ടം ഞെക്കി കഴിക്കാറുണ്ടെങ്കിൽ ആ റൊട്ടേറ്റ് നിൽക്കും ഉടനെ നിന്ന് കാറ്റ് കൊള്ളാം. നിന്റെ പപ്പയുടെ ബുദ്ധി. നല്ല ഒന്നാന്തരം ഒരു വീട് വാർക്ക വെച്ച നല്ല ഒന്നാന്തരം ഒരു വീട് അവിടെ കിടന്നിട്ട് ഈ മൈതാനത്ത് കിടന്ന് വടക്കൊണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ ഉണ്ടായതൊക്കെ. ആ വീട്ടിൽ കിടന്ന് വടക്കൊണ്ടാക്കി 4 ചുവരിനും അടിച്ച് എന്റെ തെറി ഞാൻ തന്നെ കേൾക്കേണ്ടി വരും. എനിക്ക് കൺഫ്യൂഷൻ അടിക്കും. പറഞ്ഞങ്ങ് നടക്കൂടി. എന്തോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല നേരാ. പക്ഷെ നിങ്ങളെ ഓടിക്കാൻ എനിക്ക് നിമിഷ നേരം കൊണ്ട് മതി. അത് പേടിച്ച് നിങ്ങളുടെ തല മറിച്ച് കാരണം കേൾക്കാഞ്ഞതാ. ആണോ എന്നെ പഠിപ്പിക്കാൻ നല്ല നട്ടലുള്ള ആണുങ്ങൾ ഇവിടെ കാണാൻ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് എനിക്കും കൂടെ തോന്നണം കേട്ടോ. അതെ ഞാൻ തന്നെത്താനെ വണ്ടി ഓടിച്ച് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഗേറ്റിൽ വന്ന് ഹോൺ അടിക്കുമ്പോ ചമ്മിയെ മോന്തയുമായിട്ട് ഒന്ന് തുറന്നിടണം. പറഞ്ഞ ഗേറ്റ് തുറക്കാൻ ഇന്ന് എനിക്ക് ഒന്നറിയണം തന്നെത്താനെ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എന്തുവായാലും നമ്മൾ അവിടുന്ന് തന്നെത്താനെ വരുന്നു തന്നെത്താനെ പോകുന്നു. ഇതൊക്കെ ഞാൻ സൺഡേ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിമിഷം ലോകം ചുറ്റാൻ പോയോ? ഇവിടെ എവിടെ പോയതാ? ശമ്മോ അതിലില്ല. ശമ്മോ ആ നിക്കുന്ന എന്റെ കെട്ടിയോനതെ നടന്നു ഒന്നും പറയല്ലേ, അയാൾ എന്നെ പിടിച്ച് ഇടിക്കും. അയ്യോ പേടിക്കണ്ട, ഞാൻ നൈസായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ അവതരിപ്പിച്ചോളാം. ചായ ഒന്നും പറയല്ലേ ചായ, വഴക്കൊന്നും പറയല്ലേ, സാറ് പറഞ്ഞോളൂ. വഴക്കോ? അല്ല നടന്നെല്ലാം സാറ് പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. ഞാൻ ജി ബേബി, ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. എന്ത് ജിലേബി? ജിലേബി എന്നല്ല, ഞാൻ എന്റെ പേരാ പറഞ്ഞത്. താങ്കളുടെ ഗുഡ് നെയിം പ്ലീസ്? ഇടുക്കുള. നിങ്ങളല്ലേ പറഞ്ഞ ഇടിക്കുമെന്ന്, ഇപ്പൊ പറയുന്നത് ഇടിക്കൂലെന്ന്. ഇടിക്കൂലെന്ന് പറഞ്ഞാൽ ആളുടെ പേരാ പറഞ്ഞത് ഇടിക്കുള. ആ മിസ്റ്റർ ഇടിക്കട്ടാ, ഇടിക്കട്ടെ. ആ മിസ്റ്റർ ഗുളുകുള. ഗുളുകുളയല്ല, ഇടിക്കുള. ആ ഇടിക്കുള. പേര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് താങ്കളുടെ ഭാര്യ വണ്ടിയുമായിട്ട് വന്ന് എന്റെ വീട്ടിൽ ചെറുതായിട്ടൊന്ന് മുട്ടി. മുട്ടിയോ? മുട്ടി. ഇതിന്റെ അന്തരം പറഞ്ഞ ആവശ്യമില്ലാത്ത നീ ഒരുപാട് എന്താ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? ഭാര്യയോട് സംസാരിക്കുമ്പോൾ സമാധാനത്തിൽ കൂളോടുകൂടി സംസാരിക്കണം. ഇത് സാറ് പറഞ്ഞ എങ്ങനെ സംസാരിക്കണം? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് ഞാനൊരു പക്ഷി ഗവേഷകനാണ്. നിനക്കെന്താ ഞാൻ കാക്കെ പിടിച്ചെടുത്ത് തരണോ അതിന്? ചേടാ അതിന്റെ ആവശ്യമില്ല, ഞാൻ പറയുന്ന ഒന്ന് സമാധാനത്തിൽ കേൾക്കാം. ഓക്കെ, താങ്കളുടെ ഭാര്യ എന്റെ വീട്ടിൽ വന്ന് വണ്ടി കൊണ്ടൊന്ന് മുട്ടിയപ്പോ എന്റെ 4 കിളികളാ പറന്നു പോയത്. ഇവരെ തലയിലാണ് ഞാൻ ഇടിച്ചത്. എന്നിട്ട് നിങ്ങൾ ആകാശത്തെ കിളികൾ ഇങ്ങനെ പാറി പറക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതിനിപ്പോ എന്താ വേണം? അതിനെ അതിന്റെ മാതാപിതാക്കൾ പറക്കാൻ പഠിപ്പിക്കുന്നതാ. അതുപോലെ നിങ്ങൾ
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പറക്കാൻ പഠിപ്പിക്കണം. അയ്യോ, പറക്കാനോ? ആ. അതെന്താ പറക്കാൻ പഠിപ്പിക്കുന്നത്? ഇത് പറക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ പറക്കാൻ സ്കൂട്ടറിൽ പറക്കാൻ പഠിപ്പിക്കണം. വീട്ടിലങ്ങ് പറന്നൊന്നും പോകണ്ട, ചെറുത് മര്യാദക്ക് പോയാൽ മതി. അയ്യോ, ഞാനെങ്ങാനും വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്റെ ഈശ്വര, 100, 110 അങ്ങോട്ട് ഒരൊന്നും കാണാൻ പറ്റത്തില്ല. എനിക്കും കാണാൻ പറ്റത്തില്ല, എന്നെയും കാണാൻ പറ്റത്തില്ല. പക്ഷെ സൈഡിൽ നിന്ന് ആൾക്കാർ പറയുന്നതൊക്കെ ഞാൻ ചിലപ്പോ കേൾക്കും. എന്തുവാ? വാ കാച്ച. അക്കച്ചാന്നോ? ആ, അതെന്താ? വായുകുളി വാങ്ങിക്കാൻ പോണാടാ, കാലനും വേണ്ടടാ നിന്നെ, പോയി ചത്തോളടാ, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാനൊന്നും കേൾക്കാറില്ല. പക്ഷെ ഞാൻ എന്നാലും പറപ്പിക്കും, 100 പറപ്പിക്കും. അതുപോലെ സമാധാനത്തിന് ഇവരെ പഠിപ്പിക്കണം. ഫുള്ള് കമ്പിയല്ലേ? അതെ, എന്തോ നിങ്ങൾ അല്ല, ഫുള്ള് കമ്പി ഇട്ടേക്കും അല്ലേ? എവിടെ? അല്ല, വർത്തമാനം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഫുള്ള് കമ്പി ഇട്ടേക്കും. ഉള്ളൂ, അങ്ങനെ എവിടെയെല്ലാം പെർമനന്റാ. പെർമനന്റ് തുരുമ്പിച്ചാർന്ന് ഇവര് ഇളക്കം അങ്ങ് തീർന്നേനായിരുന്നു. കണ്ടോ, അയാളുടെ ഭാര്യ ഭാഗ്യം ചെയ്തതാ. അല്ലെ, ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ തത്തമ്മ. അത്തമ്മ കല്യാണം കഴിച്ച് വൃത്തികെട്ടോനെ. ഇടാ, എന്റെ ഭാര്യയുടെ പേര് ചിന്നമ്മ. എന്റെ എളുപ്പത്തിനും ഇഷ്ടത്തിനും ഞാൻ തത്തമ്മ ഇട്ടിരിക്കുന്നു. തത്തമ്മ എന്ത് ചെയ്യും? തത്തമ്മ വേറെ പറന്നു പോയി. കൂട് വിട്ട് കൂട് മാറ്റാം. അതെ, അങ്ങനെയും പറയാം. ഡിവോഴ്സ് ആണോ? യെസ്. ഞാനിപ്പോഴും റിസർച്ചിലാ. എന്തിന്? അതായത് ഈ ലവ് ബേഴ്സിൽ നിന്ന് എങ്ങനെ പരിധിനെ ഉണ്ടാക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നമ്മളെ ഒട്ടക പക്ഷി നമ്മളെ മുഖത്തോട് നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാം. അതുകൊണ്ട് അതിനെ സംസാരിപ്പിക്കണം. അതാണ് എന്റെ ഐഡിയ. അമ്മേ, നമുക്ക് പോയേക്കാം. നമ്മളെ വെച്ച് പിന്നെ ഏതായാലും കിളിയെ ഉണ്ടാക്കിയേക്കും. സാറേ, സ്കൂട്ടർ എവിടെ നിറഞ്ഞായിരുന്നു? ഞാൻ എടുത്തുകൊണ്ട് പോയേക്കായിരുന്നു. സ്കൂട്ടർ എന്റെ ബെഡ്റൂമിൽ കട്ടിലിന്റെ അടിയിലുണ്ട്. തേങ്ങ ഉണക്കി ഇട്ടക്കുന്ന കാര്യമല്ല ചോദിച്ചത്, ഞങ്ങളുടെ സ്കൂട്ടറിന്റെ കാര്യം. അതാ ഞാൻ പറഞ്ഞത്, എന്റെ ബെഡിന്റെ അടിയിലുണ്ട് നിങ്ങളെ സ്കൂട്ടർ. എന്താ സംഭവം? എന്താ സംഭവം എന്താ? അതായത് ഞാൻ ഈ പക്ഷികൾ നിരീക്ഷിക്കാൻ വേണ്ടിട്ട് ബെഡ്റൂമിൽ ഇങ്ങനെ ജനൽ കൂടെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്താന്ന് ഞാൻ പറയാം. പറയണ്ട, ഇത്ര നേരം പ്രാന്ത് പറഞ്ഞപ്പോഴേ നോക്കിയിരുന്നു. പക്ഷേ ഈ പ്രാന്തിന്റെ വാക്കുകൾ എനിക്ക് വലിയ വിലയുള്ള സാധനമാണ്. അല്ല, അതിനെക്കാട്ടി നല്ലത് ഞാൻ പറയുന്നത്. മിണ്ടല്ലേ. എന്നിട്ട് ഞാൻ പറയാം. അതായത് ഞാൻ എന്റെ ബെഡ്റൂമില് പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിലും തകർത്തുകൊണ്ട് പറന്നിഞ്ഞു വന്നില്ലേ. ഏത് കിളി? കിളിയല്ല, നിങ്ങളുടെ ഭാര്യ. എന്നിട്ട് ഞാൻ നേരെ കൈക്ക് പിടിച്ച് കെട്ടിലോട്ട് കിടത്തി, ഇല്ലെങ്കിൽ ചോറിൽ അടിച്ച് തീർന്നേനെ. എന്തുവാ? അല്ല, മൈക്കിന്റെ ശബ്ദം പോയാലും അറിയാൻ വേണ്ടിയാ. ആക്ഷൻ പ്ലേ, ഭയങ്കര ആക്ഷൻ പ്ലേ. ഞാൻ പറയാം, സത്യാവസ്ഥ എന്താന്ന് ഞാൻ പറയാം. ഇവിടെ വെച്ചാണ് ഇത് തിരിയാൻ പോകുന്നത്. അപ്പൊ അതെനിക്ക് അറിയണം, സംഭവം എന്ന് അറിയണം. എന്താ സംഭവം എന്ന് പറയും? ബെഡ്റൂമിൽ ആ പറഞ്ഞത് തന്നെ എനിക്ക് ഒരിക്കൽ കൂടെ പറയാനുള്ളൂ. അതായത് പറന്നിങ്ങനെ വന്നല്ല, പറഞ്ഞവിടെ കിടക്കട്ടെ. ഈ കൈക്ക് പിടിച്ച സംഭവം കൈക്ക് പിടിച്ചിട്ട് കൈക്ക് പിടിച്ച് കട്ടിലോട്ട് കിടത്തി. മിണ്ടല്ലേ, നീ മിണ്ടല്ലേ. എനിക്ക് ഇതാണ് കൈക്ക് പിടിച്ച് കട്ടിലോട്ട് കിടത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരാൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അത് കണ്ടിട്ട് മറ്റൊരാൾ വന്ന് പറയുമ്പോൾ അവന്റെ മുഖത്തൊരു ഭീതി ആയിരിക്കും ഉണ്ടാവണം. ഇവന്റെ മുഖത്ത് ഭയങ്കര ലാഘവം. ഈ ആക്സിഡന്റ് ഇടയ്ക്ക് എന്തോ ഒരു ഇൻസിഡന്റ് നടന്നു. നീ പറയണ്ട, നീ മിണ്ടിപ്പോയല്ലേ. നിനക്ക് ഇവരെ അറിയാവടി? നിനക്ക് ഇവളെ അറിയാവടാ? ഞാൻ ഈ കളി ആദ്യമായിട്ടാ കാണുന്നത്. അല്ല, ഞാൻ നിങ്ങളെ പെണ്ണുമ്പിളെ ആദ്യമായിട്ടാ കാണുന്നത്. നീ ലോകം ചുറ്റി കറങ്ങാന്ന് പറഞ്ഞ കള്ളകാര്യത്തിലൂടെ ഇതിന്റെ കള്ളക്കാമൂന്നിലൂടെ കറങ്ങാൻ വേണ്ടിയിലൂടെ നീ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാൻ പോയത്. എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല. മാഞ്ഞായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വാത്ത കോടി കൊണ്ട് നിന്നെ കൊത്തിക്കും. സത്യാവസ്ഥ ഞാൻ എന്തോന്ന് പറയാൻ? നീ പറയണ്ട, എനിക്ക് നീ ഒന്നും കേൾക്കണ്ട. രണ്ടുപേരും ഇവിടെ എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഞാൻ കാശ് കൊടുത്ത് മാറ്റി എന്റെ സ്കൂട്ടർ കൊണ്ട് ഞാൻ പോയിക്കോളാം. ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞില്ലേ ആക്ക് ദേഷ്യമുള്ളതാന്ന്. ടെൻഷൻ അടിക്കണ്ട. എന്തിനാ? ചില കിളികൾ ഇങ്ങനെ പെട്ടെന്ന് ഇണങ്ങത്തില്ല. എല്ലാം ശരിയാവോന്ന്. അകന്ന് നിക്കണ്ടാടി. അവൻ കാക്കയുടെ കയ്യിലും കത്ത് കൊടുത്തു വിടും നിനക്ക് വേണ്ടി. ഞാൻ പോവാ. അതെന്തോ ഒരു സൗണ്ട് കേട്ടെ. അങ്ങ് എവിടെയോ ടിപ്പറിൽ ലോഡ് ഇറക്കുന്ന ശബ്ദം. അതെ, നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക്, പരിസ്ഥിതിക്കോ? അല്ല പരിസ്ഥിതിക്കല്ല, പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരു 2 ജോഡി ലവ് ബേഴ്സിനെ തരട്ടെ. എന്തിന്? ചുമ്മാ ചലച്ചോണ്ടിരിക്കും, കേൾക്കാൻ നല്ല രസമാ. എനിക്ക് നമ്മുടെ സ്കൂട്ടറിൽ ബ്രേക്ക് ഇല്ലായിരുന്നു. ബ്രേക്ക് ഇല്ല അല്ലയോ? ഇത് തന്നെ കുറെ നേരമായിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. ഇപ്പൊ ബ്രേക്ക് ഇല്ല. ചില സമയത്ത് നിങ്ങളുടെ നാക്കിനും ബ്രേക്ക് ഇല്ല. സോറി അവിടെ ഇടിച്ചതാ. അവിടെ തന്നെ കേട്ടോ, എന്റെ കൂട്ടി കിടക്കണ ഇണക്കിളികളെ പോലെ. ഓടാ പല്ല പക്ഷി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.